ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ആർക്കെങ്കിലുമൊക്കെ അറിയാമോയെന്ന് അറിയത്തില്ല. എനിക്കൊരാൾ പറഞ്ഞതാണ്, ഞാനത് കണ്ട് ചെയ്ത് നോക്കി ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ നമ്മളിതിന് എടുക്കേണ്ടത് ചീനി പോളയാണ്. അതായത് കറുത്ത തൊലി ചുരണ്ടി കളഞ്ഞതിന് ശേഷം അകത്തുള്ള പോളയാണിത്. നമ്മൾ എടുക്കുമ്പോൾ കയ്പില്ലാത്തതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. കാരണം ഈ ചീനിയുടെ കട്ട് നമുക്ക് പലർക്കും പിടിക്കാതെ വരും. അതുകൊണ്ട് കയ്പില്ലാത്ത പോള മാത്രം എടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞാനിവിടെ നമ്പർ കമ്പിൻ്റെ എടുത്തതാണ്. എന്നിട്ട് ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ കയ്പൊന്ന് കളഞ്ഞതിന് ശേഷമാണ് ഇതെടുത്തത്. വേണ്ടുന്ന ചേരുവകളാണ് കോൺഫ്ലവർ, മുട്ട, മഞ്ഞൾപ്പൊടി, കുരുമുളക്, സ്വല്പം ഉപ്പ്, മസാല എല്ലാം ചേർത്ത് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാനാണ്. മുട്ട വേണ്ടുന്നവർക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ചീനിയെല്ലാം ചീനിയുടെ പോളയെല്ലാം നന്നായിട്ട് അതിൻ്റെ കയ്പെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ആരും കയ്പോടെ എടുക്കരുത്, വീണ്ടും പറയുകയാണ്. ഉണ്ടെന്ന് നോക്കിയാൽ അത് നല്ലപോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് കയ്പ് കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. ഇച്ചിരി കരിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ലൊരു മണവും ഭക്ഷണമൊക്കെ നല്ലതാണല്ലോ. എന്നിട്ട് നമ്മളിതൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഈ ബാറ്ററി മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സ്നാക്സാണ്. ചൂടോടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒട്ടും കയ്പില്ലാതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആരെങ്കിലും ഇത് കണ്ട് ചെയ്യുവാണെങ്കിൽ കയ്പില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബാറ്ററിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല വൃത്തിയായിട്ട് ബാറ്ററി മുങ്ങിക്കിടക്കുകയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ അടുപ്പേ വെച്ച് നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം ഓരോന്നായിട്ട് പറക്കിയിടാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒന്ന് പൊള്ളി പൊങ്ങുന്നുണ്ട്. ഇത് ചീനി ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതും പൊള്ളി പൊങ്ങുന്നുണ്ട്. വറുത്ത് കോരി വരുമ്പോൾ നമുക്ക് പുറം നല്ല ക്രിസ്പിയായിട്ടാണ് കിട്ടുന്നത്. ചൂടോടെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. പണ്ടൊക്കെ നമ്മൾ ചീനിയൊക്കെ ഉണക്കി വെക്കുന്ന സമയത്ത് ഈ തൊലി ഉൾപ്പെടെയാണ് ഉണക്കുന്നത്. ആ പുറം തൊലി മാത്രമേ ചുരണ്ടി കളയുകയുള്ളൂ. ഈ തൊലി ഉൾപ്പെടെ കണ്ടിച്ചിട്ടാണ് ഉണക്കി പാട്ടക്കപ്പയായിട്ടും എല്ലാം നമ്മളെടുത്ത് ഉണക്കി വെക്കുന്നത്. അത് കയ്പ് കളഞ്ഞാണ് പിന്നെ ഉപയോഗിക്കുന്നത്. പോള ഒരു വശമെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തിരിച്ചും അതുപോലെ ഇട്ട് അതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. നമ്മുടെ സ്നാക്സ് എല്ലാം മൂത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ചൂടോടെ നമുക്ക് ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വെറൈറ്റി സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.